أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الدرس الخامس والعشرون. 25-ാമത്തെ ദർസ്. ബിനാ ഉസ്മയിൽ ഫാഇലി വൽ മഫ്ഊലി മിനൽ അജ്വഫി. അജ്വഫിൽ നിന്ന് ഇസ്മു ഫാഇലും ഇസ്മു മഫ്ഊലും ക്രിയേറ്റ് ചെയ്യൽ. അതെങ്ങനെയാണ് എന്ന്. ഇസ്മുൽ ഫാഇലി മിന സുലാസിയിൽ മുജറദി. സുലാസി മുജറദിൽ നിന്നുള്ള ഇസ്മു ഫാഇൽ യുഅ്തല്ലു ബിൽ ഹംസതി. യുഅ്തല്ലു ബിൽ ഹംസതി. അതിൻ്റെ ഐൻ ഫിഅലിനെ മറിക്കപ്പെടും. ബിൽ ഹംസതി, ഹംസയായിട്ട് മറിക്കപ്പെടും. സവാഉൻ കാന വാവിയൻ. ആ സുലാസി മുജറദ് വാവിയാണെങ്കിലും കണക്കാണ്. അതുപോലെ നഹ്വു സ്വാഇന് പോലെ അതിൻ്റെ അസ്ലുഹു, അതിൻ്റെ അടിസ്ഥാനം സ്വാവിനുൻ എന്നാണ്. ഔ യാഇയൻ, അല്ലെങ്കിൽ യാഇ ആയാലും കണക്കാണ്. ബാഇ പോലെ അസ്ലുഹു ബായി, അതിൻ്റെ അസ്ലു ബായി എന്നാണ്. ഈ സുലാസി മുജറദായ അജ്വഫ്, അത് അതിൻ്റെ ഐൻ ഫിഅൽ വാവാണെങ്കിലും ശരി യാ ആണെങ്കിലും ശരി, ഇസ്മു ഫാഇലാവുന്ന സമയത്ത് ആ വാവിനെയും യാഇനെയും മറിച്ച് കണ്ടിട്ട് ഹംസയാക്കും. സ്വാവിനുൻ സാഇനുൻ എന്നാകും. അതുപോലെ ബായിഉൻ ബായിഉൻ എന്നാകും. വമിനൽ മസീദി ഫീഹി. മസീദ് ഫീഹിയിൽ നിന്ന് യുഅ്തല്ലു ബിമാ തല്ല ബിഹി അൽ മുദാരിഉ. വമിനൽ മസീദി ഫീഹി, മൂന്നക്ഷരത്തേക്കാൾ കൂടുതലുള്ള ഫിഅലിൽ നിന്ന് യുഅ്തല്ലു ഇഅ്ലാൽ ചെയ്യപ്പെടും. ബിമാ തല്ല ബിഹി അൽ മുദാരിഉ. മുദാരി ആയ ഫിഅൽ അതിലെങ്ങനെയാണോ ഇഅ്ലാൽ സംഭവിക്കുന്നത്, അതുകൊണ്ട് തന്നെ മസീദ് ഫീഹിയിലും ഇഅ്ലാൽ സംഭവിക്കും എന്ന്. ഉദാഹരണം മുജീബുൻ, മുസ്തഖീമുൻ, മുഖാദുൻ, മുഖ്താറുൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെ അജാബ യുജീബു എന്ന് നമ്മൾ പറയും. അജാബ യുജീബു, അജ്വബ യുജീബു എന്നാണ്. വാവിനെ മറിച്ചാണ് നമ്മൾ അലിഫാക്കും. മാദിയിൽ അജാബ എന്നാക്കും. യുജീബുല് വാവിനെ മറിച്ച് കണ്ടിട്ട് യാ ആക്കും. വാവിൻ്റെ ഹറക്കത്തെടുത്താണ്ട് തൊട്ട് മുമ്പുള്ള ജീമിന് കൊടുക്കും. എന്നിട്ട് യുജീബു എന്നാക്കും. ഇതേ പ്രോസസ്സ് തന്നെയാണ് സുലാസി മസീദ് ഫീഹിന്റെ ഇസ്മു ഫാഇൽ നടക്കുന്നത്. മുജ്വിബുൻ എന്നുള്ളത് മുജീബുൻ എന്നാക്കും. മുസ്തഖ്വിമുൻ എന്നുള്ളത് മുസ്തഖീമുൻ എന്നാക്കും. മുൻഖവിദുൻ എന്നുള്ളത് മുൻഖാദുൻ എന്നാക്കും. അതുപോലെ മുഖ്തയിറുൻ എന്നുള്ളത് മുഖ്താറുൻ എന്നാക്കും. അപ്പോൾ അവിടെ ഈ മുഖ്താറുൻ എന്ന ഫിഅൽ ഇഖ്താറുവിന്റെ ഇസ്മു ഫാഇൽ ഇസ്മു മഫ്ഊൽ ഒരേ മാതിരി ഉണ്ടാവുക. ഇഖ്താർ ഇഖ്തിയാറൻ ഫഹുവ മുഖ്തയിറുൻ എന്നാണ് ഉണ്ടാവുക. യാഇനെ മറിച്ച് അലിഫാക്കിയാനിട്ട് മുഖ്താറുൻ എന്നാക്കും. ഉഖ്തിയ യുഖ്താറു ഇഖ്തിയാറൻ ഫഹുവ മുഖ്തയറുൻ എന്നാണ് ഉണ്ടാവുക. അവിടെയും യാഇനെ മറിച്ച് അലിഫാക്കിയാണ് മുഖ്താറുൻ എന്നാക്കും. അപ്പോൾ ഇസ്മു ഫാഇലും ഇസ്മു മഫ്ഊലും കാണുമ്പോൾ ഒരേ പോലെ ഇരിക്കും. അപ്പോൾ സാഹചര്യം നോക്കിയിട്ട് അവിടെ ഇസ്മു ഫാഇൽ അർത്ഥമാണോ വെക്കേണ്ടത്, ഇസ്മു മഫ്ഊലിന്റെ അർത്ഥമാണോ വെക്കേണ്ടത് എന്ന് ബുദ്ധി ഉപയോഗിച്ച് വേണം കണ്ടെത്താൻ. വസ്മുൽ മഫ്ഊലി മിന സുലാസിയിൽ മുജറദ്. സുലാസി മുജറദിൽ നിന്നുള്ള ഇസ്മു മഫ്ഊൽ യുഅ്തല്ലു ബിൻ നഖ്ലി. നഖ്ല് കൊണ്ട് അതിനെ ഇഅ്ലാൽ ചെയ്യപ്പെടും. അതിലെ ഹറക്കത്തിനെ അതിൻ്റെ മറ്റൊരു അക്ഷരത്തിലേക്ക് മാറ്റൽ കൊണ്ട് അതിനെ ഇഅ്ലാൽ ചെയ്യപ്പെടും. വൽ ഹദ്ഫി, ഹദ്ഫ് കൊണ്ടും ഇഅ്ലാൽ ചെയ്യപ്പെടും. മസൂനുൻ എന്ന് പറഞ്ഞതുപോലെ, മബീഉൻ എന്നൊക്കെ പറഞ്ഞതുപോലെ. വൽ അസ്ലു മസ്ബൂനുൻ എന്നാണ്. മസ്ബൂനുൻ എന്നാണ് അസ്ലു ഉണ്ടാവുക. വാവിൻ്റെ ദ്വമ്മത്ത് സ്വാദിലേക്ക് നഖല് ചെയ്തു. അപ്പം ഇഅ്ലാലും ബിന്നഖലായ അവിടെ. അപ്പം എന്തായി? മസൂബുനുൻ എന്നായി. അപ്പം ഈ ഐൻ ഫിഅലായ വാവും ഇസ്മു മഫ്ഊലാവുന്ന സമയത്ത് വരുന്ന വാവും, മഫ്ഊലുൻ എന്ന് പറഞ്ഞുകൊടുത്ത് ഐന് ശേഷം വരുന്ന വാവില്ലേ, ആ വാവും പിന്നെ ഐൻ ഫിഅലായ വാവും, അത് രണ്ടും ഇൽത്തിഖാ സാക്കിനൈനി. കാരണം അതിൻ്റെ ലമ്മത്തിൽ ആർക്ക് കൊടുത്തത്? സ്വാദിന് കൊടുത്തത്.
അപ്പൊ ഇൽത്തിഖാ ഉസാക്കിനീനി വന്നപ്പം ഈ ഐൻ ഫിഅലായ വാവിനെ കളഞ്ഞു. അപ്പൊ എന്തായി? മഫൂലുൻ എന്നായി. അപ്പൊ മഫ്ഊൽ എന്നുള്ളത് മഫൂലുൻ വസ്ന്. വേറെ അഭിപ്രായമുണ്ട്. വേറൊരു ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനല്ല, ആ ഇസ്മു മഫ്ഊലിന്റെ വാവുണ്ടല്ലോ, മഫ്ഊലുൻ എന്ന് പറഞ്ഞ വാവ്, ആ വാവിനെയാണ് കളയുന്നത്. അപ്പൊ എന്തായി? മഫ്ഊലുൻ എന്നായി വസ്ന്. അതുപോലെ മബ്യൂഉൻ എന്നാണ് മബീഇന്റെ അസ്ൽ. മബ്യൂഉൻ എന്നാണ്. ഈ യാഇന്റെ ഹറക്കത്ത് എടുത്ത് കണ്ടിട്ട് ബാഇന് കൊടുത്തു. അപ്പൊ എന്തായി? മബുയ് എന്നായി. യാഉനും സുക്കൂന്, വാവിനും സുക്കൂന്. വാവിനെ അങ്ങോട്ട് കളഞ്ഞു ഒരു അഭിപ്രായം അനുസരിച്ച്. അപ്പൊ എന്തായി? മബുയ് എന്നായി. യാഇനോട് യോജിച്ച ഹറക്കത്ത് ഇപ്പൊ ലൊമ്മത്തല്ലല്ലോ, അതുകൊണ്ട് ആ ലൊമ്മത്തിനെ മാറ്റി കണ്ടിട്ട് അവിടെ കസ്റത്തിട്ട് കൊടുത്തു. അപ്പൊ മബീ എന്നായി ഒരഭിപ്രായം. വേറൊരു അഭിപ്രായം എന്താണ്? മബുയ് എന്നല്ലേ, യാഇനെയാണ് കളഞ്ഞത്, ഐൻ ഫിഅലിനാണ് കളഞ്ഞത്. ഇൽത്തിഖാ ഉസാക്കിനീനി വന്നപ്പം മഫ്ഊലിന്റെ വാവിനല്ല കളഞ്ഞത്, ഐൻ ഫിഅലിനാണ് കളഞ്ഞത്. അപ്പൊ എന്തായി? മബൂ എന്നായില്ലേ. എന്നിട്ട് ആ വാവിനെ അതെ കളഞ്ഞു പോയ യാഇന്റെ മേൽ അറിയിക്കാൻ വേണ്ടിയിട്ട് ഈ ബാഇന് കസ്റിട്ട് കൊടുത്തു. അപ്പൊ എന്തായി? മബീ എന്നായി. എന്നിട്ട് ഈ വാവിനെ മറിച്ച് കണ്ടിട്ട് യാ ആക്കി, എന്നിട്ട് മബീ എന്നാക്കി. അതിനെക്കാട്ടിയൊക്കെ നല്ലത് നേരത്തെ പറഞ്ഞമായി യാ അവിടെ വെക്കലേ, എന്നിട്ട് വാവിനെ കളഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഒരുപാട് പണികൾ എടുക്കണം. അപ്പൊ ഇങ്ങനെ രണ്ട് രൂപത്തിലും വിശദീകരണം വന്നത് കാണാം. വമിനൽ മസീദ് ഫീഹി, മസീദ് ഫീഹിയിൽ നിന്ന് യുഅ്തല്ലു ഇഅ്ലാൽ ചെയ്യപ്പെടും ബിൻ നഖ്ലി വൽ ഖൽബി, നഖ്ല് കൊണ്ടും ഖൽബ് കൊണ്ടും ഇഅ്ലാൽ ചെയ്യപ്പെടും. ഇനി അഅ്തല്ല ഫിഅലുഹു, അതിന്റെ ഫിഅല് മുഅ്തല്ലായാൽ, നഹ്വു മുജാബുൻ, മുസ്തഖാമുൻ, മുൻഖാദുൻ, മുഖ്താറുൻ എന്നൊക്കെ പറഞ്ഞതുപോലെ. ഇവിടെ മുജ്വബുൻ എന്നാണ്, മുജ്വബുൻ. അപ്പം വാവിന്റെ ഹറക്കത്ത് എടുത്താണിട്ട് ജീമിന് കൊടുത്തു. അപ്പൊ എന്തായി? ഇഅ്ലാലും ബിൻ നഖ്ലായി. പിന്നെ വാവിനെ മറിച്ച് അലിഫാക്കി. അപ്പൊ മറിക്കൽ എന്നപ്പോ ഇഅ്ലാലും ബിൽ ഖൽബും ആയി, മറിക്കലും ആയി. ഇല്ലത്തിന്റെ ഹർഫിനെ കളഞ്ഞിട്ട് മറ്റൊരു ഇല്ലത്തിന്റെ ഹർഫിനെ കൊണ്ടുവരുന്നതിന് ഖൽബ് എന്ന് പറയും. അതാണ് ഇവിടെ സംഭവിച്ചത്. മറ്റേ ഇസ്തബറ എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് താഇനുമായിട്ട് ത്വ ആക്കണില്ലേ, അതിനാണ് ഇബ്ദാൽ എന്ന് പറയുന്നത്. ഒരു ഇല്ലത്തിന്റെ ഹർഫിനെ മാറ്റിയിട്ട് മറ്റേ ഇല്ലത്തിന്റെ ഹർഫിനെ കൊണ്ടുവരിക, ഇടതുപക്ഷത്തിനെ മാറ്റിയിട്ട് വലതുപക്ഷത്തിനെ കൊണ്ടുവരുന്ന മാതിരി, അതെ, അതിന് ഖൽബ് എന്നാ പറയാ. ഒരു പാമ്പിനെ മാറ്റി വേറൊരു പാമ്പിനെ കൊണ്ടുവയ്ക്കുക, അതാണല്ലോ ഇപ്പൊ നമ്മളെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. മുസ്തഖ്വം, അവിടെ മുസ്തഖാം എന്ന് പറയും. വാവിന്റെ ഹറക്കത്ത് എടുത്താണിട്ട് ഖാഫിന് കൊടുത്തു, എന്നിട്ട് വാവിനെ മറിച്ച് അലിഫാക്കി, മുസ്തഖാം. മുൻഖവദ് അവിടെ അങ്ങനെ തന്നെയാണ്. മുഖ്തയർ അവിടെ അങ്ങനെ തന്നെയാണ്. അവിടെ എന്തൊക്കെയുണ്ട്? ഇഅ്ലാലും ബിൽ ഖൽബും ഉണ്ട്, ഇഅ്ലാലും ബിൻ നഖ്ലും ഉണ്ട്. ഇഅ്ലാലും ബിൽ ഖൽബ് എന്ന് പറഞ്ഞാൽ ഒരു ഇല്ലത്തിന്റെ ഹർഫിനെ മാറ്റിയിട്ട് വേറെ ഒന്നാക്കുക, യാഇനെ മറിച്ചാണ്ട് അലിഫാക്കുക, വാവിനെ മറിച്ച് അലിഫാക്കുക. ഇതിനാണ് ഇഅ്ലാലും ബിൽ ഖൽബ് എന്ന് പറയുന്നത്. നഖല് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ ഹറക്കത്ത് എടുത്താണ്ട് തൊട്ടുമുള്ള അക്ഷരത്തിന് കൊടുക്കുക. ഇത് രണ്ടും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അസ്ഇല കൈഫ യുബ്ന ഇസ്മുൽ ഫാഇൽ മിന സുലാസിയിൽ മുജറദിൽ അജ്വഫി, അജ്വഫായ സുലാസി മുജറദിൽ നിന്ന് എങ്ങനെയാണ് ഇസ്മു ഫാഇലിനെ ക്രിയേറ്റ് ചെയ്യപ്പെടുക? വബിമ ഇഅ്തിലാലുഹു, അതിന്റെ ഈ ഇഅ്തിലാൽ, അതിനെ ഇഅ്ലാൽ ചെയ്യൽ എന്തുകൊണ്ടാണ്? കൈഫ യുഅ്തല്ലു ഇസ്മുൽ ഫാഇൽ മിന സുലാസിയിൽ മസീദിൽ അജ്വഫി, അജ്വഫായ സുലാസി മസീദ് ഫീഹിയിൽ നിന്ന് ഇസ്മു ഫാഇലിന്റെ ഇഅ്ലാൽ ചെയ്യൽ എങ്ങനെയാണ്? കൈഫ യുഅ്തല്ലു ഇസ്മുൽ മഫ്ഊൽ മിന സുലാസിയിൽ മുജറദിൽ അജ്വഫി,
അജ്വഫായ സുലാസി മുജറദിൽ നിന്ന് ഇസ്മു മഫ്ഊലിനെ ഇഅ്ലാൽ ചെയ്യുന്നതിന്റെ രൂപം എങ്ങനെയാണ്? കൈഫ യുഅ്തൽ ഇസ്മുൽ മഫ്ഊലി മിന സുലാസിയിൽ മസീദിൽ അജ്വഫി. അജ്വഫായ സുലാസി മസീദ് ഫീഹിൽ നിന്ന് ഇസ്മു മഫ്ഊലിനെ ഇഅ്ലാൽ ചെയ്യപ്പെടൽ എങ്ങനെയാണ്? ഇങ്ങനെയുള്ള 4 ചോദ്യങ്ങൾ. ഇസ്മിൽ ഫാഇലി വൽ മഫ്ഊലി മിനൽ അഫ്ആലിൽ മുജറദത്തിൽ ആതിയ. താഴെ വരുന്ന കുറച്ച് ഫിഅലുകൾ ആദ, മാല, ഖാദ, സാറ, ഹാല, ദാറ, ദാന, സാദ, ഇത്രയും ഫിഅലുകൾ. ഈ ഫിഅലുകളിൽ നിന്ന് ഇസ്മു ഫാഇലിനെയും ഇസ്മു മഫ്ഊലിനെയും ഉണ്ടാക്കണം. ഇസ്മിൽ ഫാഇലി വൽ മഫ്ഊലി മിനൽ അഫ്ആലിൽ മസീദത്തിൽ ആതിയ. താഴെ വരുന്ന സുലാസി മസീദ് ഫീഹിയായ ഫിഅലുകൾ, അതിൽ നിന്നും ഇസ്മു ഫാഇലും ഇസ്മു മഫ്ഊലും അതും ഉണ്ടാക്കണം. അആദ, ഇഖ്താറ, ഇൻഖാദ, തസവ്വറ, തതാവല, ആവദ, ഇസ്തഖാറ, അതാല, അഫാദ, അആല, ഇങ്ങനെയുള്ള ഫിഅലുകൾ. ഓക്കേ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.